ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളൊരു ഡിന്നറിന് പോകാം, ചെറിയൊരു ഡിന്നറിന് പോകാമെന്ന് വിചാരിച്ചു. വസ്കുട്ടിയും ടാറ്റ എന്ന് രാവിലെ തൊട്ട് ബഹളമാണ്. എനിക്കാണെങ്കിൽ നല്ല മൈഗ്രെയിനാണ്. അപ്പോൾ ഒന്ന് പുറത്ത് പോയി ഇത്തിരി എയറൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി ആശ്വാസമാവുമല്ലോ എന്ന് വിചാരിച്ചു. അവിടെ കുറേ സാധനം കളിക്കാൻ നിരത്തി വെച്ച് കൊടുത്തിട്ട് ഹെയർ ആക്സസറീസും വളയൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവൾ ഇരിക്കില്ല. മാക്സിമം സ്ക്രീന് കാണിക്കാതെ നോക്കുകയാണ്. ഞാൻ മിക്കവാറും റെഡിയാകുമ്പോൾ ഒന്നില്ലെങ്കിൽ ടി വിയിൽ എന്തെങ്കിലും പാട്ടൊക്കെ വെച്ച് കൊടുക്കും. പക്ഷേ ഇപ്പോൾ അവൾ മറ്റേ വീഡിയോ കാണിക്കാതെ പാട്ട് മാത്രം വെച്ച് കൊടുത്താൽ ഇരിക്കുന്നില്ല. അവൾക്ക് വീഡിയോ കാണണം, പിന്നെ വാശിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ടി വി ഓൺ ചെയ്യില്ലാൻ തീരുമാനിച്ചു. അതുകൊണ്ട് എന്തെങ്കിലും ഇതുപോലെ കയ്യിൽ വെച്ച് ഇങ്ങനെ തിരിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന പോലത്തെ ടോയ്സാണ്. ടോയ്സ് അല്ല, അത് അവളുടെ ഹെയർ ആക്സസറീസും വളയൊക്കെയാണ്. അപ്പോൾ അത് കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. ഞാൻ റെഡി ആവാൻ പോകണം. ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ട് വസ്കുട്ടീനെ റെഡിയാക്കും. നമ്മളിന്ന് ബ്ലാക്കൊക്കെയാണ് ഡ്രസ് കോഡ്. ഏട്ടന് ആദ്യമായിട്ടൊരാഗ്രഹം പറഞ്ഞു ബ്ലാക്ക് ഇടുന്നത്, നിങ്ങൾ ബ്ലാക്ക് ഇടുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും സാധാരണ ചോദിക്കാറില്ല. അപ്പോൾ പിന്നെ അപ്പോൾ നമ്മൾ മാച്ച് ആക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 3 പേരും ബ്ലാക്കിലാണ് പോകുന്നത് കേട്ടോ. ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് ലൈവായിട്ടുള്ള ശബ്ദം തന്നെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ ഭയങ്കര ഫാനിൻ്റെ നോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുടി ഇപ്പോൾ ഭയങ്കര ഡ്രൈ ആണ്. ഇപ്പോൾ നല്ല ഡെലിവറി കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെ ഒരുപാട് ഹെയർ ലോസും പിന്നെ ഡ്രൈനെസ്സും ഒക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്ക് സ്പാ ക്രീമൊക്കെ ഇട്ടൊക്കെ നോക്കും. പക്ഷേ ഒരു ദിവസമൊക്കെ കുഴപ്പമില്ലാതെ നിൽക്കും. നെക്സ്റ്റ് ഡേ തൊട്ടിങ്ങനെ ഭയങ്കര ഡ്രൈനെസ്, സ്പ്ലിറ്റ് എൻഡ്സ്, അങ്ങനെ ഒരു മുടിയുടെ ഒരു ലൈഫ് ജീവൻ പോയ പോലത്തെ ഒരു അവസ്ഥയാണ്. എങ്ങനെ അത് റീറ്റെയിൻ ചെയ്തെടുക്കും എന്നുള്ളതിൽ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും നോക്കണം. എനിക്ക് തോന്നുന്നത് കുറച്ച് ഹോർമോൺസൊക്കെ ഒന്ന് സ്റ്റേബിൾ ആകുമ്പോൾ കുറച്ചും കൂടെ നന്നായിരിക്കും മുടി. കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നില്ല, ലെങ്ത്തൊക്കെ വെച്ചതുകൊണ്ട് മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു എന്താ പറയുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലിപ്പൊക്കെ വെച്ചിട്ട് ഒന്ന് സ്റ്റൈൽ ചെയ്യാണ് ഹെയർ. പക്ഷേ ഇവളെ വെച്ചിട്ട് എനിക്ക് മുടി ഇങ്ങനെ ലൂസ് ഹെയർ ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവളൊരു 10 പ്രാവശ്യം പിടിച്ച് വലിക്കും. കയ്യിലൊരു കെട്ടുമുടിയായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനതെടുത്ത് മേപ്പട്ടേക്ക് കെട്ടി വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് വയ്ക്കുകയൊക്കെ ചെയ്യും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭംഗിയായിട്ട് ഇറങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരുങ്ങുകയാണ്. പിന്നെ മുഖം ഭയങ്കര ക്ഷീണിച്ചിട്ട് ഇരിക്കുകയാണ് എനിക്ക് ഈ മൈഗ്രെയിൻ കാരണം. എങ്ങനെയും കുറച്ച് പൗഡറൊക്കെ ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഛർദിക്കല്ലേ ഇങ്ങനെ കണ്ണി കണ്ടത് വായിലിട്ടിട്ട്. വസുവോ, ഇത് എൻ്റെ ഫസ്റ്റ് മാക് ലിപ്സ്റ്റിക്കാണ്. ഫസ്റ്റ് ടൈം ഞാനൊരു ഹൈ എക്സ്പെൻസീവായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചത് മാക്കാണ്. അതുതന്നെ എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു, ഒരു കൂപ്പൺ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. പക്ഷേ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക്, മാക്കാണല്ലോ. പിന്നെ കമ്മൽ എൻ്റെ അടുത്ത് 3/4 ഭാഗവും ഭയങ്കര ട്രഡീഷണൽ ലുക്കുള്ള വലിയ ജിംക്കികളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എന്താ പറയുക, ഇപ്പോൾ അടുത്ത് ഇവിടെ കേദാരത്ത് പോയിട്ട് അവിടെയുള്ളൊരു ഷോപ്പിൽ പോയിട്ട് ഒരു 4 സാധാരണ ഇങ്ങനത്തെ കുഞ്ഞു കമ്മൽ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിലൊരെണ്ണമാണ് കേട്ടോ അത്. അപ്പം ഞാനത് ഔട്ട്ഫിറ്റുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു വലിയ ബാഗൊക്കെ എടുത്ത് പോവാണ്. വേറെ വഴിയില്ല, ഡയപ്പറൊക്കെ വെക്കണ്ടേ. ഫോട്ടോ എടുക്കണത് മാത്ത് വയ്ക്കോ. ഓ വൈശു ടാറ്റ പോവാണോടാ? ടാറ്റ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ബേക്കേഴ്സ് ആർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളിതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. കുറേ കാലമായി ഞങ്ങളിങ്ങനെ ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് റിലാക്സ് ചെയ്ത് ഒക്കെ ഇരുന്നിട്ടൊക്കെ കുറച്ച് കാലമായി. അപ്പോൾ ഒരു റിലാക്സേഷൻ എന്നുള്ള നിലയ്ക്ക് പോയതാണ്. അപ്പോൾ എത്തി നമ്മൾ. ഇതാണ് ബേക്കേഴ്സ് ആർച്ച്. നല്ലൊരു കാമായിട്ടുള്ളൊരു ആംബിയൻസ്. പിന്നെ കൂടുതലും ഔട്ട്ഡോറാണ് അവരുടെ സീറ്റിംഗ് ഒക്കെ.
അപ്പം വൈകിട്ടായതുകൊണ്ടും നല്ലതാണ് പുറത്തിരിക്കുന്നത്. ലൈറ്റ് ഭയങ്കര ആംബിയൻ ലൈറ്റിംഗ് ആയിരുന്നു, അതുകൊണ്ട് ഫോണിൽ ഭയങ്കരമായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരുവിധമൊക്കെ ക്യാപ്ചർ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ അവിടെ ഫൗണ്ടൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ പോകാൻ നേരം ഫൗണ്ടൻ ഓണാക്കിയിരുന്നു. ഇഷ്ടപ്പെട്ടാ വെച്ചിട്ടാ ഇങ്ങോട്ട് നോക്ക്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ മീനിനെ കാണുക, വെള്ളം, ഫൗണ്ടൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വസ്കുട്ടി നന്നായിട്ട് എൻജോയ് ചെയ്തു, നല്ല ഇഷ്ടമായി അവൾക്ക്. മീമി മീമി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ അവർ ഇതായി കുതിരേനെ കൊണ്ട് കൊടുത്ത് കളിക്കാൻ. ആദ്യമൊക്കെ കളിച്ചു, പിന്നെ എന്തോ അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് സ്ലിപ്പാവുക എന്തോ ചെയ്തപ്പോഴേക്കും അവൾക്ക് ഭയങ്കര പേടിയായിപ്പോയി. ഞങ്ങളൊരു സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വസ്കുട്ടിക്ക് സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും വസ്കുട്ടിയും കൂടെ സൂപ്പൊക്കെ കുടിച്ചു. കുറച്ച് സ്പൈസി ആയിരുന്നു. അപ്പോൾ ഞാൻ സൂപ്പിലുള്ള ഇതൊക്കെ ചിക്കനും കുറച്ച് വെജീസൊക്കെ സെലക്ട് ചെയ്ത് എടുത്തു കൊടുത്തിട്ട് പിന്നെ കുറച്ച് ബ്രെഡും വെച്ച് കൊടുത്തു. കാരണം അതിൻ്റെ ഗ്രേവി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എരിയായിരുന്നു അവൾക്ക്. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ കോഴ്സാണ്. സോറി, ഇത് മെയിൻ കോഴ്സ് അല്ല, അത് സ്റ്റാർട്ടറായിരുന്നു. ചിക്കൻ്റെ ഒരു സ്റ്റാർട്ടറായിരുന്നു. അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ. പക്ഷേ ഫുഡ് അടിപൊളിയായിരുന്നു ഫുഡ്. ഞാൻ കോണ്ടിനെൻ്റൽ ഫുഡൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഏട്ടൻ പൊതുവേ പൊറോട്ടയും ബീഫുമാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. പക്ഷേ എനിക്ക് കുറച്ച് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. സോ ഞാൻ സ്റ്റേക്ക് തന്നെയാണ് ഓർഡർ ചെയ്തത്. ബീഫ് സ്റ്റേക്കാണ് ഓർഡർ ചെയ്തത്. ഇത്ര അടിപൊളി സ്റ്റേക്ക് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് കഴിച്ചിട്ടേ ഇല്ല. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് മീറ്റൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ ആ റെസ്റ്റോറൻറ്റിൽ എന്താണോ പ്രത്യേകത അതല്ലേ ഓർഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഏട്ടനും ചിക്കൻ സ്റ്റേക്ക് തന്നെയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഞങ്ങളൊരു ഡെസേർട്ടും കഴിച്ചു. അങ്ങനെ വയറും മനസ്സും ഇതുപോലെ നിറഞ്ഞു. അത്രയും നല്ല ഫുഡ്. പിന്നെ ചില റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഫുഡ് നല്ലതാണെങ്കിലും സർവീസ് നല്ലതല്ലെങ്കിൽ നമുക്ക് ആ ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നല്ല സർവീസ് എന്ന് പറഞ്ഞാൽ നല്ല സർവീസ്. പുള്ളൈ എന്നാണോ പുള്ളി എന്നാണോ അത് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അവിടെ നമുക്ക് സർവീസ് ചെയ്ത ആ പയ്യൻ്റെ പേര്. അപ്പോൾ നല്ല സർവീസായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് പിന്നെ ഒരു ഔട്ടിങ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഈവനിങ് ഇതുപോലത്തെ ഡിന്നർ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഫോട്ടോസും കൂടി എടുക്കണം. അപ്പോൾ എൻ്റെ താല്പര്യപ്രകാരം കുറച്ച് ഫോട്ടോസും എടുത്തു. നമ്മുടെ ഫാമിലി ഫോട്ടോ അവിടെ കെയർ ടേക്കറോ സെക്യൂരിറ്റിയോ ആരാ കറക്റ്റ് പറയാൻ എനിക്കറിയില്ല, പുറത്ത് നിൽക്കുന്ന ആ പുള്ളി, ആ ചേട്ടൻ നമ്മളെ ഫോട്ടോ എടുത്ത് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ നല്ലൊരു ഈവനിങ് ആയിരുന്നു. അടുത്ത വ്ളോഗിൽ കാണാം.